നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ്, ഡൗട്ട്സ് എല്ലാം നമുക്ക് ഈ ഒരു കാർഡ്സ് വഴി കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് 7 ഓഫ് സോർട്സ് ആണ്. അതായത് ഈ ഒരു സമയത്ത് ചില സുഹൃത്തുക്കൾക്കും ഫാമിലിയിലുള്ളവർക്കും തോന്നുന്നത് നിങ്ങളെല്ലാം തുറന്ന് പറയുന്ന ഒരാളല്ല. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നൊക്കെ ഫാമിലിയിലുള്ളവരും സുഹൃത്തുക്കളുമൊക്കെ കരുതുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ നിങ്ങളോട് ജലസി ഉണ്ടായേക്കാം എന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്രം വഴികളും ഐഡിയാസും ഒക്കെ ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജിയും നമുക്ക് ഈ ഒരു 7 ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങളൊരു ഡീപ്പ് തിങ്കർ ആണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും ഉൾവലിഞ്ഞ് അതായത് നിങ്ങൾ സ്വന്തം ലോകത്തിരിക്കാൻ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ 3 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ ടീം വർക്കിൽ നിങ്ങൾ ഷൈൻ ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾക്കിടയിലെ ഫ്രണ്ട്സ് കാണുന്നതായിട്ടും ഈ ഒരു 3 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കുള്ള സ്കിൽസ്, ക്രിയേറ്റിവിറ്റി, ഹാർഡ് വർക്ക് എല്ലാം കൂടിച്ചേർന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്കിടയിലെ ഫ്രണ്ട്സ് കരുതുന്നതായിട്ടാണ് ഈ ഒരു 3 ഓഫ് പെന്റക്കിൾസ് നമുക്ക് വീണ്ടും പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ തോന്നാം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് നിങ്ങളുടെ പരിശ്രമം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ ലക്ക് കൊണ്ടല്ല എന്ന് ചില വ്യക്തികളൊക്കെ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കുള്ള ആകർഷണീയമായ സ്വഭാവം, ബോൾഡ് ആക്ഷൻസ്, അതുപോലെ പാഷൻ, ഇവ ചിലരൊക്കെ അഭിനന്ദിക്കുന്നതായിട്ടാണ് ഈ ഒരു നൈറ്റ് ഓഫ് വാൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചിലർക്കൊക്കെ തോന്നുന്നുണ്ട് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അത് പിന്നീട്, അതായത് പിന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കില്ല, അത് ഉടൻ ട്രൈ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ടെന്ന് ചില വ്യക്തികളൊക്കെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലായാലും ഫാമിലിക്കിടയിലായാലും നിങ്ങളെക്കുറിച്ച് ആ ഒരു രീതിയിൽ കരുതുന്നതായിട്ടാണ് ഈ ഒരു നൈറ്റ് ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ എക്സൈറ്റ്മെൻറ്റ്, ഫണ്ണ് ഇതൊക്കെ കൊണ്ടുവരുന്ന ആളായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് കരുതുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് പറഞ്ഞു തരുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളുടെ എല്ലാവർക്കും ഇടയിലല്ല, ചില ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇടയിൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അവർ നിങ്ങളെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന, ട്രൂത്തിന് വാല്യൂ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് പറഞ്ഞു തരുന്നത്. ചിലർക്കൊക്കെ തോന്നാം നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, അതായത് അത് സന്തോഷമായാലും അത് സങ്കടമായാലും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങി, ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയതായിട്ട് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അത് എല്ലാം അത് എന്തായാലും നിങ്ങളത് സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങി അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളോട്, ഈ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കിടയിലുള്ള വ്യക്തികൾക്കാണെങ്കിലും നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ 5 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. അതായത് അവർ രഹസ്യമായി നിങ്ങളെ ഒരു ചലഞ്ചായിട്ട് കാണുന്നു എന്നാണ് ഈ ഒരു 5 ഓഫ് വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചിലർക്കൊക്കെ ഇവിടെ തോന്നാം വളരെ ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു ഒരു തർക്കത്തിൽ നിങ്ങളെ ജയിക്കാൻ അവർക്ക് ആർക്കും പറ്റില്ല എന്നുമൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൺ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സിനിടയിലായാലും ഫാമിലിക്കിടയിലായാലും ചിലർക്കൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് വലിയൊരു ഹാർട്ടുണ്ട്, മറ്റുള്ളവരെ ജെനുവിനായി കെയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായാലും കാണുന്നതായിട്ടാണ് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട്, എമ്പതി, ഇവ നിങ്ങളുടെ മെയിൻ സ്ട്രെങ്ത് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ചിലർക്കൊക്കെ തോന്നാം അതായത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ
എന്നെ മനസ്സിലാക്കുന്ന ഒരാളെന്ന് ചിലരൊക്കെ നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും മറുപടി പറയുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹാങ്ക്ഡ് മാനും കിട്ടിയിട്ടുണ്ട്. അതായത് പലർക്കും, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും തോന്നുന്നത് നിങ്ങൾ ലൈഫിനെ കാണുന്ന രീതി എല്ലാവരും നോക്കിക്കാണുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു ഹാങ്ക്ഡ് മാൻ കിട്ടിയത്. അതായത് നിങ്ങളുടെ പേഷ്യൻസ്, സാക്രിഫൈസ്, നേച്ചർ ഇവയൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ഹാങ്ക്ഡ് മാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നോർമൽ ആളുകൾക്ക് കാണാത്ത പോസിബിലിറ്റീസ് കാണാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും മിക്സഡ് ചിന്തകളാണ് ഉള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ കൂടുതലും പോസിറ്റീവ് ചിന്തകൾ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കുറച്ച് മാത്രമേ നിങ്ങളോട് ഒരു അസൂയയോടുകൂടി കുറച്ച് പേർ മാത്രമേ നിങ്ങളെ നോക്കി കാണുന്നുള്ളൂ എന്നാണ് നമുക്കിവിടെ മുഴുവനായും കിട്ടുന്ന എനർജി. ഇവിടെ എല്ലാവരും മുഴുവനായിട്ട് നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സമയത്ത് ബഹുമാനമായാലും സ്നേഹമായാലും നേടുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.